ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീഡ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ ഞാൻ 4 സൈസിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്, പേൾ ബീഡ്സ്. ഇതിന് പകരം വേറെ കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ തുന്നി കൊടുക്കാനാണ് പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം, പക്ഷേ അത് അത്രയ്ക്ക് നല്ല റിസൾട്ട് ആവില്ല, പെട്ടെന്ന് അടർന്നു പോകും വാഷ് ചെയ്യുമ്പോൾ. കുറച്ച് ടൈം എടുത്താലും തുന്നുന്നത് തന്നെയായിരിക്കും ബെറ്റർ. അത് കുറച്ച് കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് നെക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മുടെ അളവിനനുസരിച്ചുള്ള നെക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു സൈഡിൽ നിന്ന്, ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചാണ്, കണ്ടില്ലേ, 8 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 സൈഡിലും. പിന്നെ ഈ ഒരു വിഡ്ത്ത് എത്രയാണോ അത്രയും തന്നെ നമ്മൾ താഴെയും മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. അത് എത്രയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ടാപ്പിൻ്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ, അതിൻ്റെ സൈസിനനുസരിച്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ടാപ്പ് വെച്ചിട്ട് തന്നെ അതിൽ ഓരോ ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ വരച്ച ലൈൻസിലൊക്കെ ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലൈൻസിൽ നമ്മൾ ഓരോ ബീഡ്സായിട്ട് തുന്നി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നോർമലായിട്ടുള്ളൊരു സൂചി നൂലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്തുള്ള പോയിൻറ്റിലാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ വലിയ സൈസുള്ള ബീഡ് തുന്നി കൊടുക്കാം. ഒന്നുകൂടെ അതേ ഹോളിൽ തന്നെ വീണ്ടും തുന്നി കൊടുക്കുകയാണ്. കുറച്ച് വലിയ ബീഡല്ലേ, അപ്പോൾ അവിടെ ഉറച്ചിരിക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. അതിനുശേഷം വീണ്ടും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഹോളിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അവിടെ ഇരുന്നോളും. അതിനുശേഷം രണ്ടാമത്തെ സൈസുള്ള ബീഡ് എടുത്തിട്ട് ഇതിൻ്റെ അടുത്തതായിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം. അതും നമ്മൾ ആദ്യത്തെ ബീഡ് തുന്നിയ പോലെ തന്നെ 2 തവണ സ്റ്റിച്ച് കൊടുക്കണം. ഇതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം തുന്നിയ ബീഡ് തന്നെ, ആ സൈസിലുള്ള ബീഡ് തന്നെ ഒന്നും കൂടെ തുന്നി കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ 2 സൈസുള്ള ബീഡ്സാണ് നമ്മളിവിടെ തുന്നി കൊടുക്കുന്നത് ഈ ലൈനിൽ. ഇപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ 2 ലൈൻസ് ഇങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 സൈസുള്ള ബീഡ്സ് ഇടകലർത്തിയിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സൈസുള്ള ബീഡ് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ഏറ്റവും ചെറിയ ബീഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരുമിച്ച് സ്പ്രെഡായ രൂപത്തിൽ തുന്നി കൊടുക്കണം. ഇങ്ങനെ നമുക്ക് തുന്നാൻ കുറച്ച് ടൈം എടുക്കും, ചിലപ്പോൾ 1-2 ദിവസം എടുക്കും, എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്.
ഇതിൽ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗത്ത് ഒരുപാട് സ്പ്രെഡായിട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോഴും സ്പ്രെഡ് കുറഞ്ഞു വരുന്ന രീതിയിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് ആ ചെറിയ ബീഡ്സൊക്കെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ താഴെ കണ്ടില്ല, ഇങ്ങനെയാണ് സ്റ്റിച്ചുകളൊക്കെ വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചുകളൊന്ന് ഉറച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഗമ്മ് വെച്ചൊന്ന് തേച്ച് കൊടുക്കാം, അതായത് അതിൻ്റെ പുറം വശത്ത്. ഇനിയിപ്പോൾ ഈ ലൈൻസിൻ്റെ ഇടയിലൊക്കെ നമുക്കിതേപോലെ തന്നെ ബീഡ്സൊക്കെ തുന്നി. അപ്പോൾ ഞാനിങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. പിന്നെ ഈ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ബീഡ്സിൻ്റെ എണ്ണം കുറഞ്ഞ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയൊരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈനിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. നല്ല ഭംഗിയിലുള്ളൊരു ഡിസൈനാണ്. ഇനി ഇതിനേക്കാളും കൂടുതലും ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ബീഡ്സ് തുന്നി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും, പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും, കുറച്ചുകൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റേത് നമ്മൾ ഗമ്മ് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും, പക്ഷേ അതിൻ്റെ വാഷ് ചെയ്യുമ്പോഴൊക്കെ ആ ഓരോ ബീഡ്സും അടർന്നു പോരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.